ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിങ്ങൾക്കറിയാം യാതൊരു തരത്തിലുള്ള സ്കോപ്പിൽ. കാരണം ഇത് മതേതര കഴിഞ്ഞ ദിവസമല്ലേ നമ്മളൊരു സാധാരണക്കാരനായ മനുഷ്യന് വേണ്ടി 34 കോടി രൂപ ഈ നാട് എന്താണെന്ന് തെളിയിച്ച കാര്യമല്ലേ ഇത്. അതാണ് കേരളം. ബി.ജെ.പിക്ക് എന്തായാലും ഒരു കാരണവശാലും ഇവിടെ കെട്ടിവെച്ച കാശ് പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. അത് ഞങ്ങൾ വേറൊരു തമാശയായിട്ട് കാണുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തമാശയാണ്. പ്രത്യേകിച്ച് ഇത് അതിനേക്കാൾ വലിയൊരു തമാശയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് KCയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ചിന്ത അതിൻ്റെ അകത്തില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വയനാടുണ്ട്, ഒട്ടും മോശമല്ലാത്ത ഭൂരിപക്ഷത്തിൽ KC ഇവിടെ ജയിക്കും എന്നുള്ള കാര്യത്തിലുള്ള തർക്കമില്ല. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ KC വേണുഗോപാലിന് വേണ്ടി ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണ് കോൺഗ്രസ് ആലപ്പുഴയിൽ നടത്തുന്നത്. ആലപ്പുഴയിലെ ഒരു ട്രെൻഡ് ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്നാണ് തോന്നുന്നത്? KC വേണുഗോപാൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നുള്ള ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ഇത് തന്നെ അരൂർ നിയോജകമണ്ഡലത്തിൽ അതിൻ്റെ വളരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ എല്ലാ ഘടകങ്ങളും, INTC മാത്രമല്ല മറ്റു പോഷക സംഘടനകളും, മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് എല്ലാ ഘടകങ്ങളും വളരെ ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിച്ച് വൻ വിജയം ഇവിടുന്ന് ഒരു നല്ലൊരു ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ടോ? ഇല്ല. അങ്ങനെ ശക്തമായ ത്രികോണ മത്സരമൊന്നുമില്ല. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഞങ്ങളുമായിട്ട് മത്സരിക്കുന്നത്, അല്ലാണ്ട് BJP ഒന്നും ഇവിടെ ഒരു ഘടകമേ അല്ല. ശോഭാ സുരേന്ദ്രൻ്റെ കടന്നുവരവാണ് ഇത്തരത്തിലൊരു ശക്തമായ ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിലെത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്? എന്താ തോന്നുന്നത്? അതൊക്കെ വെറും വ്യാജമായ പ്രചരണങ്ങൾ മാത്രമാണ്. ശോഭാ സുരേന്ദ്രനൊന്നും ഇവിടെ അതിനുള്ള ഒരു ഹോൾഡൊന്നുമില്ല, അവർക്ക് അതിനുള്ള അനുയായികളുമില്ല. ഇവിടെ ശക്തമായ പോരാട്ടം നടക്കുന്നത് LDFും UDFും തമ്മിലാണ്. അതിൽ UDF വളരെ മേൽക്കൈ നേടിക്കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നിസ്സാര വോട്ടറുകൾക്ക് LDF സ്ഥാനാർത്ഥി ജയിച്ചെങ്കിൽ ഇത്തവണ അവർക്ക് അതിൻ്റെ 7 അയലോക്കത്ത് പോലും വരാൻ കഴിയാത്ത രീതിയിൽ UDF വളരെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ ഇടയിലോട്ട് പ്രചരണം ഇങ്ങനെ വ്യാപിപ്പിക്കുമ്പോൾ അവരുടെ ഇടയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ് വരുന്നത്? തീർച്ചയായിട്ടും നമ്മളോട് ഇടതുപക്ഷത്തിലുള്ള സുഹൃത്തുക്കളെ സഹാക്കളൊക്കെ നമ്മളെ കാണുമ്പോൾ പറയത്തുള്ള ഞങ്ങൾ എന്തായാലും KCക്ക് വോട്ട് ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേരളം കട്ടുമുടിച്ച് പിണറായി വിജയൻ തീർക്കുക എന്നുള്ള ഒരു വിദ്വേഷം അവർക്ക് ഉണ്ട്. അതുകൊണ്ട് അവരതിന് ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. പറയുന്നുണ്ടോ നിങ്ങളോട്? തീർച്ചയായിട്ടും ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും അവർ ഇങ്ങോട്ട് തന്നെ പറയുകയാണ്, ഇത് 80 ലക്ഷം രൂപ മാസം വാടക കൊടുത്തൊരു എയറോപ്ലെയിൻ മേടിച്ചിട്ടിരിക്കുന്ന അയാൾ, അതുകൂടാണ്ട് 1,05,00,000 രൂപയുടെ ഒരു ബസ് വാങ്ങിച്ച് ദൂർത്തടിച്ച് ആയിരക്കണക്കിന് കോടി അങ്ങനെ ദൂർത്തടിച്ച് മൊത്തം ദൂർത്തടിച്ച് പെൻഷൻ പോലും കൊടുക്കാൻ മാർഗ്ഗമില്ലാണ്ട് പാവങ്ങൾ മരുന്ന് മേടിക്കാൻ പോലും പറ്റാണ്ട് വളരെ വിഷമിച്ച് കഴിയുന്ന, പച്ചച്ചോറ് മാത്രം വാരി കഴിക്കുന്ന, ഒരു കൂട്ടാൻ പോലും വയ്ക്കാൻ നിവൃത്തിയില്ലാത്ത ആയിരക്കണക്കിന് ജനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ പിണറായി വിജയൻ അയാൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കോടിക്കണക്കിന് രൂപയുടെ ഇതെല്ലാം കൊടുത്തുകൊണ്ട് ദൂർത്തടിച്ച് തീർക്കുകയാണ്. അപ്പോൾ അതിൽ കടുത്ത പ്രതിഷേധം ഇങ്ങോട്ട് തന്നെ രേഖപ്പെടുത്തും. നമ്മൾ ചെല്ലുന്ന വീടുകളിൽ ഞങ്ങൾക്ക് ഒരു സാധാരണ പ്രവർത്തകരായതുകൊണ്ട് സാധാരണ എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്നത്. അപ്പോൾ അവർ നമ്മളോട് ഇങ്ങോട്ട് പറയുവാണ്, ഇയാൾ വളരെ കൊള്ളക്കാരനായ ഒരു ഭരണാധികാരിയാണ്, അതായത് ശ്രീലങ്കയിലെ രാജപക്ഷയ്ക്ക് തുല്യനായ ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ഇത്തവണ അയാളെ പരാജയപ്പെടുത്തേണ്ടത് നിങ്ങളുടെ മാത്രമല്ല കോൺഗ്രസ്സുകാരുടെ മാത്രമല്ല ഞങ്ങളുടെയും കൂടി ഒരു ആഗ്രഹമാണെന്ന് പല സഹാക്കളും നമ്മളുടെയൊക്കെ പറയണ്ടായി. അപ്പോൾ പിണറായി വിജയനെതിരെയുള്ള ഒരു വോട്ടായിരിക്കുമോ ഇപ്രാവശ്യം? തീർച്ചയായിട്ടും പിണറായി വിജയനെതിരെയുള്ളതും അതുപോലെ തന്നെ മോദി, നമുക്കറിയാമല്ലോ പുള്ളിയുടെ മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന ആദ്യത്തെ 2014 തെരഞ്ഞെടുപ്പിൽ പുള്ളി നമുക്ക് ഗ്യാരണ്ടി തന്നു, 15 ലക്ഷം രൂപ വെച്ച് എല്ലാവരുടെ അക്കൗണ്ടിലിടും, എല്ലാ കർഷകർക്കും എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കും, അതുകൂടാണ്ട് യുവാക്കൾക്ക് ഒരു വർഷം 2 കോടി തൊഴിൽ വെച്ച് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ 10 വർഷമായിട്ട് ഗ്യാസിൻ്റെ വില 250 രൂപയാക്കും, അങ്ങനെ പെട്രോള് 50 രൂപ കൊടുക്കും, അങ്ങനെ ഒത്തിരി വാഗ്ദാനങ്ങൾ മോദി ഗ്യാരണ്ടിയായിരുന്നു. ആ ഗ്യാരണ്ടികൾ 10 വർഷമായിട്ടും അതെല്ലാം 4 ഇരട്ടി വർദ്ധിക്കുകയും അതുകൂടാണ്ട് ഏതാണ്ട് 750 കർഷകർ അവരുടെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിന് വില കിട്ടണമെന്നും പറഞ്ഞ് ഡൽഹിയിൽ സമരം ചെയ്ത കർഷകരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി. അവരൊക്കെ 750ഓളം കർഷകരാണ് മരിച്ചത്. അപ്പോൾ ഒരു ക്രൂരനായ ഭരണാധികാരിയെ മോദിയോടുള്ള ശക്തമായ വിരോധവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് പ്രത്യേകിച്ച് അരൂരൊക്കെ നമ്മൾ ചെല്ലുമ്പോഴേക്കും അതൊക്കെ പ്രതിധ്വനിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മോദിയുടെ ഗ്യാരണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ശോഭാ സുരേന്ദ്രൻ്റെ പോസ്റ്റർ എഴുതി വെച്ചിരിക്കുന്നത് ഒരു വനിതാ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഞങ്ങൾ വേറൊരു തമാശയായിട്ട് കാണുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തമാശയാണ്. പ്രത്യേകിച്ച് ഇത് അതിനേക്കാൾ വലിയൊരു തമാശയായിട്ടാണ് കാണുന്നത്. അതിലൊന്നും യാതൊരു അർത്ഥമില്ല. അത് വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ, ഏതെങ്കിലും പാവങ്ങളെ പറ്റിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി BJP ഇറക്കിയിരിക്കുന്ന ഇവിടുത്തെ ഒരു തന്ത്രമാണ്. BJPക്ക് എന്തായാലും ഒരു കാരണവശാലും ഇവിടെ കെട്ടിവെച്ച കാശ് പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ.
KCBിൻ്റെ എല്ലാ കാലഘട്ടത്തിലും KC കഴിഞ്ഞ 5 വർഷം MP അല്ലാതെ ഇരുന്നിട്ട് പോലും അദ്ദേഹം ആലപ്പുഴ തന്നെ വരികയും ഒട്ടേറെ പാവങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് വീടുകളില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുകയും ഒട്ടേറെ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മരുന്ന് വാങ്ങിക്കേണ്ടവർക്ക് മരുന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സഹായമല്ല, അദ്ദേഹത്തിൻ്റെ സഹായം ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം രാജ്യസഭാ അംഗം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരുപാട് ആരോഗ്യ ആശുപത്രിക്ക് തന്നെ ആംബുലൻസ് കൊടുത്ത് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പെരുമ്പളത്താണെങ്കിലും ഞങ്ങൾക്ക് ഹൈമാക്സ് ലൈറ്റ് ഉൾപ്പെടെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. നമുക്ക് എണ്ണി പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വികസനത്തിന് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്യാൻ ഇടപെടാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ദേശീയ നേതാവാണ്. ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ല, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയെ തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, കാരണം ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം അതുപോലുള്ള കാര്യങ്ങളിൽ ഇന്ത്യയെ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് ഇന്ത്യയെ ആക്കിയെടുക്കുന്നതിന് വേണ്ടി അക്ഷീണ പരിശ്രമം രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിന്ന് ചെയ്യുന്ന ഒരു ദേശീയ നേതാവാണ് KC വേണുഗോപാൽ. അപ്പോൾ അദ്ദേഹം ജയിക്കേണ്ടത് ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല, ഈ നാടിൻ്റെയും കൂടി ആവശ്യമാണ്. കേരളത്തിലേക്ക് വീണ്ടും രാഹുൽ ഗാന്ധി എത്തുകയാണ് വയനാട്ടിൽ മത്സരിക്കാനായിട്ട്. അപ്പോൾ അത് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹം ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികളിൽ 99%. കാരണം വെച്ചാൽ ഈ CPM അനുഭാവികളായിട്ടുള്ളവർ പോലും അങ്ങനെ ചിന്തിക്കുന്നത്. അവരാണല്ലോ രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ കേരളത്തിൽ എതിർക്കുന്നത് CPM-ഉം BJP. ആ ആൾക്കാരിൽ നല്ലൊരു ശതമാനം ആൾക്കാർ പോലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി. കാരണം ഒരു മനുഷ്യത്വത്തിൻ്റെ മുഖമാണ്, നല്ലൊരു മനുഷ്യനാണ്. കാപട്യങ്ങളില്ല, ജാടകളില്ല, മറ്റ് അഭിനയങ്ങളില്ല. അദ്ദേഹം യഥാർത്ഥ മനുഷ്യനാണ്. ആ മനുഷ്യൻ വീണ്ടും അധികാരത്തിൽ വന്നാലേ, അദ്ദേഹം വന്നാലേ ജനങ്ങൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയുള്ളൂ. അല്ലെ ജാതിയുടെയും മതത്തിൻ്റെയും പേര് ഭിന്നിപ്പിച്ചുള്ള ഒരു രാഷ്ട്രീയത്തിനെ അല്ല രാഹുൽ ഗാന്ധി കാണുന്നത്. അദ്ദേഹം എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധിയുടേത്. അതുകൊണ്ട് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ വരവ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 20 സീറ്റിലും കോൺഗ്രസ് ജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ UDF സ്ഥാനാർത്ഥികൾ ജയിക്കും. കേന്ദ്രത്തിൽ മോദി ഗവൺമെൻറ്റിനും കേരളത്തിൽ പിണറായി ഗവൺമെൻറ്റിൻ്റെ മുഖ്യ ശത്രു എന്ന് പറഞ്ഞ കോൺഗ്രസ്സാണ്. അപ്പോൾ ഇതൊരു ഭാരിച്ച ചുമതലയായിട്ടാണോ കോൺഗ്രസ്സുകാർ കാണുന്നത്? തീർച്ചയായിട്ടും. കാരണം അവർ രണ്ടുപേരും ഞങ്ങളെ സംബന്ധിച്ച് രണ്ടും ഒരേപോലെയാണ്. കാരണം അത് ചേട്ടൻ, ഇത് അനിയൻ, അത്രയേ ഉള്ളൂ. അതായത് മോദിയുടെ അനിയനാണ് പിണറായി വിജയൻ. രണ്ടുപേരും ഒരേ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, ഇന്ന് വരെ മോദിയെ ഒരു അക്ഷരം പറഞ്ഞ് വിമർശിക്കാത്ത ഇന്ത്യയിലെ ഏതെങ്കിലും നേതാവുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ. എന്താ കാരണം? ലാവ്ലിൻ കേസ് 38 പ്രാവശ്യമായിട്ട് CBI അവധിക്ക് അപേക്ഷ കൊടുക്കുക. അവർ ഹാജരാകുന്നില്ല. ഗവൺമെൻറ് വക്കീൽ ഹാജരാകേണ്ടിരുന്ന എന്താണ് അതിൻ്റെ അവസ്ഥ നമുക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി പിണറായി വിജയനെ രക്ഷിക്കുക. സ്വർണ്ണക്കള്ളക്കടത്ത് മോദി വന്ന് ഇവിടെയൊക്കെ പ്രസംഗിക്കും പിണറായി വിജയൻ കള്ളക്കടത്തുകാരനാണെന്ന്. പക്ഷേ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? അയാളുടെ കയ്യിൽ എല്ലാ ആയുധങ്ങളും ഇരിക്കുന്നുണ്ട്. സുരേന്ദ്രൻ്റെ 400 കോടിയുടെ കുഴൽപ്പണം, അതെല്ലാം ഇവർ തമ്മിൽ പരസ്പരം വിജിലൻസ് റിപ്പോർട്ട് കൊണ്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞത് ഇതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം പിണറായി വിജയൻ കൊണ്ട് അമിത്ഷായുടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഏതാണ്ട് 80ഓളം BJP നേതാക്കന്മാർ കുടുങ്ങുമ്പോൾ ഈ 400 കോടിയിൽ ഏതാണ്ട് ഓരോ കോടി വെച്ച് 20 സ്ഥാനാർത്ഥികൾക്ക് കൊടുത്തിട്ട് ബാക്കി 350 കോടി ഇവരെല്ലാം വീതിച്ചിടുന്നതാണ്. അപ്പോൾ അതിൽ ഇവരെല്ലാം അകത്തു പോകും. അതുകൊണ്ട് എന്നെയും മകളെയും ഭാര്യ എടുത്ത് അകത്തിട്ടാൽ ഞങ്ങൾ നിങ്ങളെ ഇടുമെന്നാണ് പിണറായി വിജയൻ അമിത്ഷായ്ക്ക് കൊടുത്തിരിക്കുന്ന ഫയലിൽ ഉള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഇവർ ഒരിക്കലും പരസ്പരം പിടിക്കുകയല്ല. ഈ 2 കാപട്യക്കാർ തുറന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണിച്ചുകൊണ്ട് ജനങ്ങളെ നേരിൻ്റെ പക്ഷത്ത് നിർത്തി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു സത്യസന്ധനായ, നിഷ്പക്ഷനായ, എല്ലാവർക്കും സ്വീകാര്യനായ ഒരു മനുഷ്യൻ നമ്മുടെ പ്രധാനമന്ത്രിയായുള്ള അക്ഷീണ ശ്രമം ഞങ്ങൾ നടത്തും. അതാണ് ഞങ്ങളുടെ ഉദ്യമം. KPCC ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ സാർ നമ്മോടൊപ്പം ചേരുന്നു. സാർ, ആലപ്പുഴയിലെ ഒരു സാഹചര്യം എങ്ങനെ വിലയിരുത്തുന്നു? ആലപ്പുഴയിൽ ഇപ്പോൾ ശശി സൂചിപ്പിച്ച ഒരു സംശയം നിശേഷം ഇവിടെ ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല. നമ്മുടെ ദേശീയ നേതാവ് ഇന്ന് ആനുകാലിക കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് നമ്മളെ കാത്തു സൂക്ഷിച്ച പാരമ്പര്യം എല്ലാ തരത്തിലും വികസനം മാത്രമല്ല, നമ്മുടെ കെട്ടുറപ്പ്, ഐക്യം, മതേതരത്വ ഇന്ത്യ, ഒരു ലോകത്തിന് സമാനതകളില്ലാത്തൊരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. ലോകത്ത് മുഴുവൻ നമ്മൾ മാതൃകയാണ്. ആ ലോകം മുഴുവൻ ഇന്ന് UN പോലും ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിൽ നടക്കുന്നു എന്ന് ശങ്കിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പഴയകാല ഇന്ത്യയെ തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് കോൺഗ്രസിനുള്ളത്. ഇപ്പോൾ ആലപ്പുഴയിൽ ആരിഫ്, ശോഭാ സുരേന്ദ്രൻ, KC വേണുഗോപാൽ 3 പേരും തമ്മിലുള്ള ശക്തമായ ത്രികോണ മത്സരം എന്നിങ്ങനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ വന്നതോടുകൂടി കളി മാറി അങ്ങനെയുള്ള രീതിയിലൊക്കെ. ഇതിനെങ്ങനെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്? ഈ നാട്ടുകാരനായിട്ടുള്ള പ്രത്യേകിച്ച് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനോട് സാധാരണക്കാരന് നേതൃത്വം കൊടുക്കുന്ന ശശി വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു.
ഇവിടെ CPM-ന് ഈ ദേശീയ ഇലക്ഷൻ എന്ത് പ്രസക്തിയാണുള്ളത്? ആരിഫ് എന്തിനു വേണ്ടി മത്സരിക്കുന്നു എന്ന് അവരുടെ സീനിയർ നേതാവ് ബാലൻ പാർട്ടിക്കാരോട് പറഞ്ഞത് മാതിരി അവരുടെ പാർട്ടിയുടെ അംഗീകാരം പോകും, തേളും ഈനാമ്പീച്ചിയും ഒക്കെ ചിഹ്നം വേണ്ടി വരും, അതിനു വേണ്ടി മത്സരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് CPM-ന് അത് നമുക്കറിയാം. ടോട്ടൽ ഇവിടെ മത്സരിക്കുന്ന സീറ്റിൽ കേവലം എത്ര സീറ്റാണ് മത്സരിക്കുന്നത്, അത് കേരളത്തിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രസക്തിയില്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിങ്ങൾക്കറിയാം യാതൊരു തരത്തിലുള്ള സ്കോപ്പിൽ, കാരണം ഇത് മതേതര കഴിഞ്ഞ ദിവസമല്ലേ നമ്മളൊരു സാധാരണക്കാരനായ മനുഷ്യന് വേണ്ടി 34 കോടി രൂപ ഈ നാട് എന്താണെന്ന് തെളിയിച്ച കാര്യമല്ലേ ഇത്? അതാണ് കേരളം. ലോക സമസ്തവും സുഖനോ ഭവന്നു എന്ന് കാംക്ഷിക്കുന്ന ആ സംസ്കാരം ഉൾക്കൊള്ളുന്നവരാ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മാധ്യമ രംഗത്ത് നിങ്ങൾക്കറിയാം, ഏറ്റവും ലേറ്റസ്റ്റ് നടന്ന ഇന്ത്യയിലെ സർവേയിൽ 75% ജനങ്ങളും മതേതര ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായമാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ പശ്ചാത്തലം കഴിഞ്ഞ BJP-ക്ക് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഡൽഹി മുതൽ നിങ്ങൾ ബീഹാർ, ഹരിയാന, തെലങ്കാന, ആന്ധ്ര, എന്തിനു പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടക വരെ, മഹാരാഷ്ട്രയിൽ എന്തായിരുന്നു, ശിവസേന ഒരുമിച്ചാണ് സീറ്റ് പിടിച്ചത്. ഇന്നത്തെ സ്ഥിതി എന്താ? അപ്പോൾ ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണിയുടെ ശക്തനായ KC വേണുഗോപാൽ ഇന്ന് നമ്മളൊന്ന് ചോദിച്ചോട്ടെ, നേരത്തെ സൂചിപ്പിക്കപ്പെട്ട മാതിരി വിദ്വേഷത്തിൻ്റെ കടൽ സ്നേഹത്തിൻ്റെ കട തുറന്നുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടി പച്ചയായി നാടിലൂടെ നമ്മുടെ കൂടെ നടന്നു നീങ്ങിയ രാഹുൽ ഗാന്ധി കോൺഗ്രസ് വിമുക്ത ഇന്ത്യ എന്ന് പറഞ്ഞത് ഇപ്പോൾ എവിടെ പോയി നിൽക്കുന്നു? അപ്പോൾ ആ തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ 2 വശമായി. ഞാൻ ആലപ്പുഴക്കാരെ അഭിനന്ദിക്കുക. കാരണം ആലപ്പുഴക്കാരാണ് KC ആക്കിയത്. ഇന്ന് നമുക്ക് ഓരോ മലയാളിക്കും മറ്റൊരു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണോ എന്ന് നമ്മൾ ആരെങ്കിലും ശങ്കിച്ചാൽ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിക്കൊപ്പം നേലായി നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസ് പ്രതിനിധിയായി നിന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ, ലോകത്തിലെ തന്നെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതല വഹിച്ച് നേതൃത്വം നൽകുമ്പോൾ തീർച്ചയായും കേരളത്തിന് അഭിമാനിക്കാം. അതേപോലെ തന്നെ ആലപ്പുഴക്ക് തീർച്ചയായും, കാരണം ആലപ്പുഴക്കാരാണ് അദ്ദേഹത്തെ ജനപ്രതിനിധിയായി അങ്ങോട്ട് വിട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ ദൗത്യത്തിൻ്റെ ഇവിടെ സൂചിപ്പിച്ച നേരത്തെ ഒരു ചോദ്യമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയെ, അദ്ദേഹം ഇത്രയും തിരക്കുകൾക്കിടയിലും ഈ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ദൈനംദിനം പോകുമ്പോഴും സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ ആലപ്പുഴയിൽ വരാതെ എന്നെങ്കിലും അദ്ദേഹം ഇരുന്നിട്ടുണ്ടോ? അദ്ദേഹം രാജ്യസഭാ MP ആകുമ്പോഴും രാജ്യസഭാ ഫണ്ട് പോലും ഈ ആലപ്പുഴക്കാർക്ക് ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഇവിടെയുള്ള ഹോമിയോ സെൻ്ററിനാണെങ്കിലും അതേപോലെ തന്നെ ഇവിടെയുള്ള മറ്റ് ആംബുലൻസ് ആണെങ്കിലും മറ്റ് ഏതെല്ലാം തരം വ്യക്തിപരമായി ഇവിടെ സൂചിപ്പിച്ചു. എനിക്ക് നന്നായി അറിയാം, കേരള വിദ്യാർത്ഥി യൂണിയനിൽ കൂടെയൊക്കെ എൻ്റെയൊക്കെ നേതാവ് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളൊക്കെ ആയിട്ട് വന്നവരാണ് ഞങ്ങൾ. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാധീനവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ എത്ര സാധാരണക്കാർക്ക്, അദ്ദേഹം ഇവിടുത്തെ MP അല്ല MLA അല്ലാതിരുന്നിട്ട് കൊണ്ടും ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ വീട് എവിടെ കേരളത്തിൽ വന്നാൽ അല്ലെങ്കിൽ മാസത്തിൽ തന്നെ ഇവിടെ വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള, കാരണം അദ്ദേഹം ഏറ്റവും ചേർത്ത് നിർത്തിയിട്ടുള്ളതും അദ്ദേഹം ചേർത്ത് നിർത്തുന്ന ആലപ്പുഴക്കാരെയാണ്. അവരെ മറന്നുകൊണ്ട് ഒരു പ്രവർത്തനത്തിന് അദ്ദേഹം നിന്നിട്ടില്ല. അതിൻ്റെ വെഭ്രാന്തിയല്ലേ ഈ കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് KC-യെ സംബന്ധിച്ചിടത്തോളം, ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ചിന്ത അതിൻ്റെ അകത്തില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വയനാടുണ്ട്, ഒട്ടും മോശമല്ലാത്ത ഭൂരിപക്ഷത്തിൽ KC ഇവിടെ ജയിക്കും എന്നുള്ള കാര്യത്തിലുള്ള തർക്കമില്ല. അപ്പോൾ കേന്ദ്ര ഭരണത്തിൽ നിന്ന് മോദിയെ താഴെ ഇറക്കുക എന്നുള്ളതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളൊരു ദൗത്യവും ഏറ്റെടുത്തിരിക്കുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ ഈ 2 ചുമതലകളും ഒരു വലിയൊരു ഭാരം കോൺഗ്രസിന് നൽകുന്നുണ്ടോ? ആ ഭാരം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ ഈസിയാണ്. നമ്മൾ ബി പ്രാക്ടിക്കൽ. നമ്മൾ തൃക്കാക്കര ഇലക്ഷൻ കണ്ടു, ആരാ കോൺഗ്രസ്സുകാരാണ് വോട്ട് ചെയ്തത്. ഒരു മന്ത്രിസഭ മുഴുവൻ ഒരു മാസം കെട്ടിക്കിടന്നിട്ട് പുതുപ്പള്ളി ഇലക്ഷൻ കഴിഞ്ഞു. എനിക്കന്ന് വാസൻ മന്ത്രിയുടെ ബൂത്തിൽ ചാർജ് ഉണ്ടായ ആളാണ്. 100ഓളം പേര് അദ്ദേഹത്തിൻ്റെ കൂടെ വീട് കയറാനുണ്ടായിരുന്നു. പക്ഷേ ബൂത്ത് റിസൾട്ട് വന്നപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ, ഇനി അദ്ദേഹം തന്നെ ഇപ്പോൾ വോട്ട് ചെയ്തോന്ന് എനിക്കറിയില്ല, ബഹുഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അവിടെ വിജയിച്ചു. അങ്ങനെ ഇപ്പോൾ ഇവിടെ സൂചിച്ചപ്പോൾ തൊഴിലാളി വർഗങ്ങൾ, സാധാരണക്കാർ, 2 അറ്റം എത്തിക്കാൻ ബുദ്ധിമുട്ടുന്ന പട്ടിണിപ്പാവങ്ങൾ, അവർ സാധാരണക്കാരൻ്റെ പാർട്ടി, പാവപ്പെട്ടവൻ്റെ പാർട്ടി, പാടത്തെ പണിയെടുക്കണവൻ്റെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് മാതിരി ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം ആ ഒരു പാർട്ടി നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ പൂർവിക ചരിത്രന്മാരെ, അവരുടെ രാഷ്ട്രീയ ആചാര്യന്മാരെയൊക്കെ നമ്മൾ മറക്കുന്നില്ല. AKജിനെ ആണെങ്കിലും P ഗോവിന്ദപിള്ളേനെ ആണെങ്കിലും VK നായനാരെ ആണെങ്കിലും EMS നമ്മൾ ആ ബഹുമാനിക്കുന്നു. അതാണോ ഇന്നത്തെ CPM?
അതാണോ ഇന്നത്തെ CPM സംഘടനാ സംവിധാനം? അപ്പം അതുകൊണ്ട് അത് തിരിച്ചറിവ് അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതേപോലെ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് വരെ UDF ഉണ്ടായിട്ടില്ല. നിങ്ങൾ എഴുതി വെച്ചോ. പത്രമാധ്യമ പ്രവർത്തകരോട് പറയുന്ന റിസൾട്ട് പറയുമ്പോൾ ഭൂരിപക്ഷം CPM പ്രവർത്തകർ അനുഭാവികൾ ഈ തവണ രാജ്യത്തിനു വേണ്ടി, നാടിനു വേണ്ടി, സംസ്ഥാനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി UDF വോട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ ആലപ്പുഴ എന്തായാലും KC തന്നെ. ഒരു തർക്കമാക്കാർ എന്താ അതിൻ്റെ അകത്തൊരു സംശയം?